ട്രാവിസ് ഹെഡിനോടാണ് നിങ്ങൾ ഒരുമാതിരി പരിപാടി കാണിക്കരുത്. 5 ദിവസം കൊണ്ട് കളിക്കേണ്ട ടെസ്റ്റാണ് നിങ്ങൾ ഈ 2 ദിവസം കൊണ്ട് തീർത്തത്. 1.5 ദിവസം കൊണ്ട് 30 വിക്കറ്റുകൾ വീണ പിച്ചിലാണ് നിങ്ങൾ സിംഗിൾ എടുക്കുന്ന ലാഘവത്തോടെ 6ഉം 4ഉം അടിച്ചു കൂട്ടുന്നത്. എല്ലാം കഴിഞ്ഞ് മൂപ്പരുടെ ഒരു ഡയലോഗും, നാളെ കളി കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത 60,000 കാണികളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്ന്. മത്സരം പെട്ടെന്ന് തീർത്തതിൽ നമിച്ചു. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇജ്ജാദി ഇന്നിങ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗുവാഹത്തിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് മത്സരം ഇന്നാണ് തുടങ്ങിയത്. ചിലരെങ്കിലും അത് മറന്നുകൊണ്ട് തന്നെ ആഷസ് കണ്ടിട്ടുണ്ടാവുമെന്ന്. എങ്ങനെ കാണാതിരിക്കും? 2020യേക്കാൾ ട്വിസ്റ്റല്ലേ അവിടെ വന്നത്. എത്ര വിക്കറ്റ് പോയാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചേ കളിക്കുമെന്ന് ബ്രണ്ടൻ മക്കല്ലത്തിൻ്റെ ഇംഗ്ലണ്ട്. ഞങ്ങളുടെ അടിയൊക്കെ കൃത്യസമയത്ത് 1.5 അടിയായിരിക്കുമെന്ന് പറയുന്ന ഓസ്ട്രേലിയ മറുവശത്ത്. ആക്ഷനും ട്വിസ്റ്റും എല്ലാം ചേർന്നൊരു 1.5 പാക്കേജ്. ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിനെ 172 റൺസിന് എറിഞ്ഞിട്ട ഓസ്ട്രേലിയ വൻ പ്രതീക്ഷയോടെയാണ് ഇറങ്ങിയത്. എന്നാൽ സ്റ്റാർക്കിന് അതേ നാണയത്തിൽ സ്റ്റോക്സും ബ്രണ്ടൻ കാസും ജോഫ്ര ആർച്ചറും മറുപടി പറഞ്ഞപ്പോൾ ആതിഥേയർ 132 റൺസിന് പുറത്ത്. 26 റൺസ് എടുത്ത അലക്സ് കാരിയാണ് ടോപ്പ് സ്കോറർ. 6 പേർക്ക് 2 അക്കം പോലും കാണാനായില്ല. ലീഡ് ഉയർത്താനായി 2ാം ഇന്നിങ്സിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ സ്റ്റാർക്ക് വീണ്ടും ഞെട്ടിച്ചു. ആദ്യ ഓവറിൽ വിക്കറ്റ് എടുക്കുന്ന ശീലം മാറ്റിയില്ല. ആ ക്യാച്ച് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ മനോഹരമായ നിമിഷങ്ങളിലൊന്നായിരുന്നു. ഹെവി റണ്ണപ്പിന് ശേഷം വന്നൊരു സ്ട്രൈറ്റ് ബോളാണ് ഏകദേശം ഒരു ഫുൾ ലെങ്ത് ഡൈവിലൂടെ കയ്യിലൊതുക്കിയത്. പെർഫെക്റ്റ് റിഫ്ലക്ഷൻ. അങ്ങേരുടെ പ്രായം 35 എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. സാക്രൗളി ഒരിക്കൽ കൂടി 0 പുറത്ത്. ഡക്കറ്റിൻ്റെയും ഒലീപോപ്പിൻ്റെയും ചെറുത്തുനിൽപ്പ് ബോളണ്ട് അവസാനിപ്പിച്ചു. വിക്കറ്റുകൾ ചറപ്പറ വീണപ്പോഴും മക്കല്ലത്തിൻ്റെ നിർദ്ദേശം അതുപോലെ നിർവഹിച്ച ഗസ് അറ്റ്കിൻസൺ ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് സ്കോററായി. 32 പന്തിൽ 37 റൺസ്. ഇംഗ്ലീഷ് 1ാം ഇന്നിങ്സിൽ 164 റൺസിൽ ഒതുങ്ങി. ബോളണ്ട് 4ഉം സ്റ്റാർക്കും ഡൊഗറ്റും 3 വിക്കറ്റ് എടുത്തു. 2 ഇന്നിങ്സിലുമായി സ്റ്റാർക്കിന് 10 വിക്കറ്റ് നേട്ടം. ബൗളർമാരെ അകമഴിഞ്ഞ് തുണയ്ക്കുന്ന പിച്ചിൽ 205 റൺസ് ടാർഗറ്റ് വലിയൊരു ലക്ഷ്യം തന്നെയായിരുന്നു ട്രാവിസ് ഹെഡ് ഇറങ്ങുന്നതുവരെ. സ്റ്റീവ് സ്മിത്ത് ഹെഡിനെ പാടും കെട്ടി പറഞ്ഞയച്ചു. ഇംഗ്ലീഷ് ബൗളർമാരെ പിടിച്ചുകെട്ടി വരാൻ പറഞ്ഞപ്പോൾ ട്രാവിസ് ഹെഡ് കൊണ്ടുവന്നു. 36 പന്തിൽ അർദ്ധ സെഞ്ചുറി, 69 പന്തിൽ സെഞ്ചുറി. നൂറ്റാണ്ട് പഴക്കമുള്ള ആഷസ് ചരിത്രത്തിലെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി. ഹെഡിൻ്റെ 17ാമത് അന്താരാഷ്ട്ര സെഞ്ചുറി. ഹെഡ് സെഞ്ചുറി അടിച്ച ഈ മത്സരത്തിലൊന്നും ഓസ്ട്രേലിയ പരാജയപ്പെട്ടിട്ടുമില്ല. ഈ ഡീക്കേഡിൽ ഏറ്റവും അധികം സെഞ്ചുറി അടിച്ച ഓസീസ് താരങ്ങളിൽ സ്മിത്തിനൊപ്പം 14 സെഞ്ചുറിയുമായി ഹെഡ് ഒപ്പം നിൽക്കുന്നു. അൾട്ടിമേറ്റ് ക്ലച്ച് പ്ലെയർ. എന്നിട്ടും കലിയടങ്ങാതെ ഹെഡ് അടിച്ചു തകർത്തുകൊണ്ടിരുന്നു. 83 പന്ത്, 16 ബൗണ്ടറി, 4 സിക്സർ, 123 റൺസ്. സ്ട്രൈക്ക് റേറ്റ് 148. ഹെഡിൻ്റെ IPLലെ കണക്കല്ലേ ഈ പറഞ്ഞത്. 1.5 ദിവസം കൊണ്ട് 30 വിക്കറ്റ് വീണ ബാറ്റർമാരുടെ ശവപ്പറമ്പായി മാറിയ പെർത്തിലെ പ്രകടനമാണിത്. കാർസിന് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ലബുഷൈൻ ഹെഡിനെ വരിഞ്ഞു മുറുക്കുന്ന കണക്ക് കെട്ടിപ്പിടിക്കുന്നത് കാണാമായിരുന്നു. അവിശ്വസനീയമായൊരു കാര്യം ഇത്ര സിമ്പിളാക്കിയതിൻ്റെ നന്ദി എന്ന വണ്ണം. ഡഗ്ഔട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ഓടി വന്ന് കൈകൊടുത്തു. എതിരാളിയാണെങ്കിലും ആഷസിൻ്റെ വീറും വാശിയുമെല്ലാം ഉണ്ടെങ്കിലും ആ പ്രകടനത്തെ അഭിനന്ദിക്കാതിരിക്കുന്നതെങ്ങനെ? ലബുഷൈനും സ്മിത്തും ചടങ്ങ് പൂർത്തിയാക്കി. 205 റൺസ് എടുക്കാൻ ഓസീസ് എടുത്തത് വെറും 28.2 ഓവർ മാത്രം. റൺ റേറ്റ് 7.23. ഒറ്റ സെഷനിൽ കളിയങ്ങ് തീർത്തു പോന്നു. മക്കല്ലത്തിൻ്റെ ബാസ്ബോളിന് ഹെഡിൻ്റെ മറുപടി. ടച്ചിലെത്തിയാൽ അങ്ങേരോളം വലിയ കൊലകൊമ്പൻ ഒരു ഫോർമാറ്റിലുമില്ല. മരച്ചപ്പിലെ ചാരത്തിനു വേണ്ടിയുള്ള ആദ്യ പോരിൽ ഓസീസ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയുമുണ്ട് 4 എണ്ണം. ഇംഗ്ലണ്ടിൻ്റെ കനൽ കെട്ടിട്ടില്ല. അവരിനിയും വരും ബാസ്ബോളും കൊണ്ട്. അപ്പോഴും അപ്പുറത്തുള്ളത് ഓസ്ട്രേലിയയാണ്. മുഴുവനായങ്ങ് തീർത്തേക്കണം. ചെറിയ ജീവൻ ബാക്കി വച്ചാൽ പോലും അപകടമാണ്. മുറിച്ചിട്ടാലും മുറി കൂടുന്ന ഇനമാണ് അവന്മാർ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല സാർ.